ഗുഡ് മോർണിംഗ്. ഞാൻ അനുശ്രീ. സോ നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ടീച്ചിങ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിൽ കുറച്ച് കണ്ടൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ടോപ്പിക്സ് ആണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫേസസ്, ഇത് നാലുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്സ്. സോ നമുക്ക് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. ഇൻട്രൊഡക്ഷൻ ടു ടീച്ചിങ്. ഓക്കെ, ടീച്ചിങ് എന്ന് പറയുന്നത് ബോത്ത് സയൻസ് ആൻഡ് ആർട്ട് ഒരുമിച്ച് ഉള്ള ഒരു മേഖലയാണ്. അതായത് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇവിടെ സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോളജാണ്. അതായത് നമ്മളൊരു ലേണർക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് നോളജ് വേണം. അതുപോലെ ആർട്ട് എന്ന് പറയുന്നത് ബേസിക് നോളജ് മാത്രം പോരാ, ആ ആളോട് അത് കൺവേ ചെയ്യാനുള്ളൊരു സ്പെസിഫിക് സ്കില്ലും കൂടെ വേണം. അപ്പോഴാണ് അവിടെ ടീച്ചിങ് വർക്ക് ആവുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ടീച്ചർ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ലേണിംഗ് നടക്കില്ല. അത് പഠിക്കാനും കൂടെ ഒരാൾ വേണം. അതുപോലെ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റ് മാത്രം അല്ലെങ്കിൽ ലേണർ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ടീച്ചിങ് നടക്കില്ല. അത് പറഞ്ഞു കൊടുക്കാനും അത് കൺവേ ചെയ്യാനും ഒരാൾ വേണം. സോ അതൊരു ഇൻട്രാക്ഷൻ പ്രോസസ്സാണ്. ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അവിടെ മാൻഡേറ്ററി ആണ്. അതുപോലെ നെക്സ്റ്റ് വരുന്നതാണ് എയിം. ടീച്ചിങ്ങിൻ്റെ എയിം എന്താണെന്ന്. ടീച്ചിങ്ങിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ, അതായത് പഠിക്കുന്ന ആൾക്ക് ലേണറിന് ഗുഡ് ചേഞ്ചസ് ഉണ്ടാവണം. അതായത് ആളുടെ ബിഹേവിയർ, സ്കിൽസ്, നോളജ്, ഇതിലൊക്കെ ഗുഡ് ബിഹേവിയേഴ്സ് വരുന്നതായിട്ട് ഗുഡ് ചേഞ്ചസ് വരണം. അതാണ് ടീച്ചിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ആണ് ഡെഫിനിഷൻ ഓഫ് ടീച്ചിങ്. ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ഗൈഡ് ചെയ്യാൻ, ഒരാളെ നല്ല രീതിക്ക് ഗൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ആ ആൾ പറയണ കാര്യം നമ്മൾ മുഖവരയ്ക്കെടുത്ത് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും, ആൾ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും, ലേണർ പറയുന്ന കാര്യം നല്ലതാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഗൈഡിങ്, ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ലേണേഴ്സ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഗേജ്, ടീച്ചിങ് ഈസ് എ ഫോം ഓഫ് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് എയിംഡ് അറ്റ് ചേഞ്ചിങ് ദ ബിഹേവിയർ പൊട്ടൻഷ്യൽ ഓഫ് അനദർ പേഴ്സൺ. അതായത് ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് ആണ്. നഥാനിയൽ എൽ ഗേജ് എന്നാണ് ആളുടെ ഫുൾ നെയിം. ആൾ അറിയപ്പെടുന്നത് മോഡേൺ റീസെർച്ച്, ടീച്ചിങ്ങിലെ മോഡേൺ റീസെർച്ചിൻ്റെ ഫാദർ ആയിട്ടാണ് ആൾ അറിയപ്പെടുന്നത്. സോ ആൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നല്ല മാറ്റത്തിന് അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയറിലോ എഡ്യൂക്കേഷനിലോ സ്കില്ലിലോ ഉള്ള നല്ല മാറ്റത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, പേഴ്സണലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളെയാണ് ടീച്ചിങ്ങിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് വേണം. എന്തിന്? ആളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ വേണം. ആർക്ക്? ആ ഒരു ലേണറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക്, അതായത് ആ ഒരു ടീച്ചിങ് കൺവേ ചെയ്യുന്ന ആൾക്ക് അതിനുള്ളൊരു പൊട്ടൻഷ്യൽ വേണം. അതാണ് ഗേജ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മെത്തേഡിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, സിംപ്ലി നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചിങ്ങിൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷൻ, ലേണിംഗ്, ഇത് മൂന്നും ചേരുമ്പോഴാണ് ടീച്ചിങ് ആവുന്നത്. അതായത് ലേണറിയായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യണം, നല്ലൊരു ഗുഡ് ഇൻട്രാക്ഷൻ കീപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ആ ഒരു ലേണിംഗ്, ആ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു നോളജും കീപ്പ് ചെയ്യണം. സോ എ ഗുഡ് ടീച്ചിങ് ഈസ് ഹാപ്പനിങ് ദ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. നമ്മുടെ മൈൻഡിൽ, പഠിപ്പിക്കുന്ന ആളുടെ മൈൻഡിൽ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതായത് ഇത്ര വരെ എത്തിക്കണം. ആ എത്തിക്കുന്നത് മറ്റേ ആൾക്ക്, ലേണറിന് മനസ്സിലാവണം, കറക്റ്റായിട്ട് മനസ്സിലാവണം. ആൻഡ് ഇറ്റ് നീഡ്സ് ടു ഇൻഫ്ലുവൻസ് ദ ലേണർ. അങ്ങനെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ആ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാവണം, അതായിരിക്കണം അവരുടെ ഗോൾ. അതുപോലെ തന്നെ അതൊരു ബൈ ഡയറക്ഷണൽ പ്രോസസ്സാണ്. വിച്ച് മീൻസ് സ്റ്റുഡൻറ്റും ടീച്ചറും തമ്മിലുള്ള ഇൻട്രാക്ഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിലേ അവിടെ ആ ഒരു പ്രോസസ്സ് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതൊരു ബൈ ഡയറക്ഷണൽ പ്രോസസ്സാണ്. നെക്സ്റ്റ് മെയിൻലി ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഓൾ അറൗണ്ട് ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്യണം. അതായത് മേ ബി ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് സ്റ്റഡീസിൽ ഭയങ്കര നന്നായി പെർഫോം ചെയ്യുന്ന ആളായിരിക്കും, ബട്ട് ആ കുട്ടിക്ക് സ്കില്ല് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടീനെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ആ കുട്ടി സ്കില്ലിൽ നന്നായി ഡെവലപ്പ് ചെയ്യുന്ന കുട്ടിയായിരിക്കും, സ്കില്ലിൽ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടിയായിരിക്കും, പക്ഷേ ആ കുട്ടിക്ക് സ്റ്റഡീസിൽ ഇത്തിരി ബാക്കിലോട്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡീസിൽ ഇത്രയും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ചിലവർക്ക് സ്റ്റഡീസിലും സ്കിൽസും ഒക്കെ നന്നായി പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അത്യാവശ്യം നല്ല രീതിക്കുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവരുടെ വൊക്കാബുലറി നല്ലതാവണമെന്നില്ല. സോ അവരുടെ ഓൾ അറൗണ്ടുള്ള ഡെവലപ്മെൻറ്റ് നമ്മൾ വാച്ച് ചെയ്യുകയും അതിൽ
എന്താണോ താഴ്ന്നു നിൽക്കുന്നത് ആ ഒരു മേഖലയെ കണ്ടറിഞ്ഞ് നമ്മൾ പുഷ് ചെയ്ത് വലുതാക്കാൻ നോക്കണം, ഇമ്പ്രൂവ് ചെയ്യിക്കാൻ നോക്കണം. പിന്നെ അതിന് നല്ലൊരു പ്ലാനിങ്ങും ഓർഗനൈസേഷനും വേണം. നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത്, ക്ലാസ്സിൽ പോയിട്ട് എന്താണോ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ച് മുന്നേ കൂട്ടിയൊരു പ്ലാനിങ് ഉണ്ടാവണം. അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ ഇതിന് കുറേ സ്ട്രാറ്റജീസും മെത്തേഡ്സും യൂസ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ക്ലാസ്സിൽ 10 പിള്ളേരുണ്ടെങ്കിൽ 10 പിള്ളേരുടെ മൈൻഡും ഒരുപോലെ ആയിരിക്കില്ല. സോ അതെങ്ങനെ ഓരോ പിള്ളേർക്കും കൺവേ ചെയ്യണം എന്ന് പലർക്കും പല മെത്തേഡിൽ കൂടെ പറയുമ്പോഴായിരിക്കും ഇത്രയും കൂടെ മനസ്സിലാവുക. സോ അങ്ങനത്തെ മെത്തേഡ്സും സ്ട്രാറ്റജീസും ഒക്കെ യൂസ് ചെയ്യാനും അറിയണം. അതുപോലെ ടീച്ചിങ് എന്ന് പറയുന്നത് ഡൈനാമിക് അല്ല, സ്റ്റാറ്റിക് അല്ല. അതായത് പറഞ്ഞു 10 പിള്ളേർ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 10 പിള്ളേരും ഒരുപോലെയല്ല. അപ്പം നമ്മൾ ഓരോ കുട്ടികളുടെ ഡൗട്ട് എങ്ങനെയായിരിക്കും എന്ന് അറിയാൻ വേണ്ടി പ്ലാൻ ചെയ്യണം. അതുപോലെ തന്നെ ആ പ്ലാനിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ആവാൻ പറ്റണം. ഓരോ കുട്ടികളും ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ആ കുട്ടിയുടെ ലെവൽ മനസ്സിലാക്കി നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കണം. സോ ഇറ്റ്സ് ഡൈനാമിക് ആൻഡ് അതിനനുസരിച്ച് മാറാനുള്ളൊരു ഫ്ലെക്സിബിൾ സ്കില്ല് നമുക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അതിൻ്റെ ടീച്ചിങ്ങിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണറിൻ്റെ ബിഹേവിയർ പോസിറ്റീവ്ലി മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആ കുട്ടി ഒരു കാര്യത്തിന് നെഗറ്റീവായിട്ടാണ് കാണണതെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്ത് അങ്ങനെയല്ല അതൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ടീച്ചിങ് ചെയ്യുന്ന ആൾക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഫേസസ് ഓഫ് ടീച്ചിങ്. 3 തരം ഫേസസ് ആണ് ടീച്ചിങ്ങിനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് പ്രീ ആക്റ്റീവ് ഫേസ്, സെക്കൻഡ് വൺ ഈസ് ഇൻട്രാക്റ്റീവ് ഫേസ് ആൻഡ് ദെൻ പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. പ്രീ ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആണ്. അതായത് നമ്മൾ ക്ലാസ്സിന് പോയിട്ട് എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് മുന്നേ കൂട്ടിയൊരു പ്ലാൻ ചെയ്ത് വെക്കലാണ് പ്രീ ആക്റ്റീവ് ഫേസ്. ദെൻ ഇൻട്രാക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാൻ ചെയ്തത് എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് ഇൻട്രാക്റ്റീവ് ഫേസ്. ദെൻ പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒരു റിഫ്ലക്ഷൻ, അതാണ് ഫീഡ്ബാക്ക് സ്റ്റേജാണ് ഈ തേർഡ് സ്റ്റേജായ പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ പ്രീ ആക്റ്റീവ് ഫേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പ്ലാനിങ് ആണ് നടക്കുന്നത്. അതായത് നമ്മൾ നടത്തേണ്ട കണ്ടന്റ് എന്താണോ, കൺവേ ചെയ്യുന്ന കണ്ടന്റ് എന്താണോ, അതിനെന്തൊക്കെ മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം, എന്തൊക്കെ എയിമാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ് ആ ഒരു പ്ലാനിങ് സെഷനിൽ വരുന്നത്, അപ്പോൾ അതൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് സെഷനിൽ വരുന്നത് അതൊക്കെ മുന്നേ കൂട്ടി പ്ലാൻ ചെയ്യണം. പറ്റുവാണെങ്കിൽ ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. ആൻഡ് ഓൾസോ കുറച്ച് അതിന് വേണ്ട കുറച്ച് എന്തെങ്കിലും മെറ്റീരിയൽസോ എയ്ഡ്സോ കൺവേ ചെയ്യണം. ഇതൊക്കെ ഇത്രയും കൂടെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ഇത്രയും കൂടെ എളുപ്പമായിരിക്കും. ദെൻ ഡിസൈഡിങ് മെത്തേഡ്സ് ഓഫ് ഇവാലുവേഷൻ. അതായത് നമ്മൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ ഈ എക്സിക്യൂഷനും അതുപോലെ ഇവാലുവേഷനും ഒക്കെ നടത്തുമ്പോൾ എന്തൊക്കെയാണ് വരിക എന്നുള്ളത് മുന്നേ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് അതനുസരിച്ച് ഓരോന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അതുപോലെ ഇൻ്റർമീഡിയറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടൈപ്പ്, ഫോർമൽ, ഇൻഫോർമൽ, നോൺ ഫോർമൽ, അങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ആണുള്ളത്. അതിൽ തന്നെ ഫേസ് ടു ഫേസും ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷനും വരുന്നുണ്ട്. ഈ എക്സിക്യൂഷൻ മെയിനായിട്ടും നടക്കുന്നത് ഡിസ്റ്റൻറ്റിൽ നടക്കുന്നില്ല എന്നല്ല, എന്നാലും മെയിനായിട്ട് നടക്കുന്നത് ഫേസ് ടു ഫേസ് ക്ലാസ്സസിലാണ്. അതായത് ക്ലാസ് റൂമിലാണ് ഈ ഒരു റിയൽ ക്ലാസ് റൂമിലാണ് ഇങ്ങനൊരു ടീച്ചിങ് എക്സിക്യൂഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. അതുപോലെ ടീച്ചർ ഒരു കാര്യം ഡെലിവർ ചെയ്യുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനും അത് ആ കുട്ടിയുടെ ലൈഫിലോട്ട് എടുത്ത് റിലേറ്റ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും പറ്റണം. അതുപോലെ സ്റ്റുഡൻസ് നമ്മൾ പറയുന്ന കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യണം, നല്ല രീതിക്ക് റെസ്പോണ്ട് ചെയ്യാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോയെന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു ഫേസാണ് ഇൻ്റർമീഡിയറ്റ് ഫേസ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് അവരുടെ ഫീഡ്ബാക്സോ അല്ലെങ്കിൽ അവരെയായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണതോ നമ്മളത് മുഖവരയ്ക്ക് എടുക്കണം. അവർ പറയുന്നതിന് നമ്മൾ നല്ല കാര്യമാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ എംഫസിസ് ചെയ്യാനുള്ളൊരു മൈൻഡ് കാണിക്കുന്ന. അതുപോലെ പോസ്റ്റ് ആക്റ്റീവ് ഫേസിൽ വരുന്നതാണ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചിങ് അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് സ്റ്റുഡൻസിന് കൊടുക്കുക. അതായത് ആരാണോ ആ കാര്യം പഠിക്കണത് അവരിൽ നിന്ന് അതിൻ്റെ ഒരു ഫീഡ്ബാക്കോ റിഫ്ലക്ഷനോ കേൾക്കാനുള്ളൊരു ടൈമാണ് പോസ്റ്റ് ആക്റ്റീവ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് കേൾക്കുക, പിന്നെ നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻ വെച്ച് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക, അതിന് പറ്റുന്നൊരു ഫേസാണ് പോസ്റ്റ് ആക്റ്റീവ് ഫേസ്. അതുപോലെ
നമുക്ക് കിട്ടിയ റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് ആ ഒരു ഏത് ഏരിയയിലാണോ വീക്കായത് ആ ഏരിയ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ അതിനാണ് പോസ്റ്റ് ആക്റ്റീവ് ഫേസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടോപ്പിക്. താങ്ക് യു.